അടിമാലിയിൽ ദേശീയപാതയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇന്നും പെരുവഴിയിലാണ്. ദേശീയപാത അതോറിറ്റി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം 8 മാസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് പ്രദേശം ഇന്നും വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അതിശക്തമായ മഴയെ തുടർന്ന് അടിമാലി ലക്ഷം വീട് ഉന്നതിക്ക് സമീപം അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടായത്. 8 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് അതിന് കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. നഷ്ടപ്പെട്ടവർക്ക് ഒരു തുണ്ട് ഭൂമിയോ അവർക്ക് വേണ്ട നഷ്ടപരിഹാരമോ ഇന്നും അകലെയാണ്. അതിലുപരിയായി ഇപ്പോഴും അപകട ഭീഷണി ദേശീയപാതയിൽ നിലനിൽക്കുന്നു. അവർ ഞങ്ങളെ വീണ്ടും പറ്റിച്ചു. പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറ്റിച്ചു. ഈ മാസത്തെ വാടക പൈസ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എൻ്റെ വാപ്പിക്കാണെങ്കിൽ വയ്യുമില്ല. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ പിഴവിൽ സ്വന്തം വീടും സ്ഥലവും നഷ്ടപ്പെട്ട അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 27 കുടുംബങ്ങളാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇതിൽ 8 കുടുംബങ്ങൾ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരാണ്. വാടക വീടുകളിലേക്ക് മാറി താമസിക്കാൻ കെൽപ്പില്ലാത്തവർക്ക് വാഗ്ദാനം നൽകിയിരുന്ന വാടക 4 മാസമായി മുടങ്ങിയ അവസ്ഥയിലാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു കിടപ്പാടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പോൾ ഈ മഴക്കാലം ആയതോടെ രൂക്ഷമായ മഴക്കാലം കൂടി ആയപ്പോൾ മഴക്കെടുതിയിൽ ഞങ്ങളുടെ ഇപ്പോൾ കുടുംബത്തിൽ പണിയും തീരെ കുറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മക്കളെ പഠിപ്പിക്കാൻ കൊടുക്കാൻ പൈസ എടുക്കാനില്ല. ആ പൈസ വാടകയ്ക്ക് മാറ്റി വെച്ചിട്ട് വേണം ഞങ്ങളുടെ നിത്യനിവൃത്തിക്ക് പോലും ഇപ്പോൾ നിവൃത്തിയില്ല. പലിശയ്ക്ക് പൈസ എടുത്തും പലരോടായിട്ട് വായ്പ മേടിച്ചുമാണ് ഇപ്പോൾ വാടക കൊടുത്തു പോകുന്നത്. മുന്നോട്ട് പോകാൻ യാതൊരു തരത്തിലും നമുക്ക് ഇതില്ല. ദേശീയപാത കരാറുകാരായ EKK കമ്പനിയുടെ യാർഡിന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരത്തെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചത്. എന്നാൽ അവരിന്ന് കൈമലർത്തുകയാണ്. ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടർ പോലും, ജില്ലയുടെ ഭരണാധികാരി പോലും, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഭരണാധികാരി പോലും മുൻകൈ എടുത്ത് നമുക്കൊന്നും ചെയ്തു തരുന്നില്ല എന്നുള്ളത്. നമുക്കൊന്ന് കാണാനൊരു അവസരം തരുന്നില്ല. നമ്മൾ ഫോൺ വിളിച്ചാൽ പോലും കളക്ടറായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അസിസ്റ്റന്റുമാരോ അല്ലെങ്കിൽ PE ഒക്കെ എടുത്തിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിടുക. മണ്ണിടിഞ്ഞ് ഭൂമി നഷ്ടപ്പെട്ടവരും ഇന്ന് വാടക വീട്ടിലാണ് താമസം. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ പല കുടുംബങ്ങളും വീടും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇവിടെ ബാക്കി സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനോ അതിന് ജോലിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ വീട്ടിൽ കയറാൻ നിവൃത്തിയില്ല. കാരണം ഞാനിവിടെ കളക്ടറോടും അധികാരികളോടും MP-യോടും MLA-യോടും എല്ലാം പറഞ്ഞു. ഇനി ആരുടെ അടുത്തേക്ക് ഞാൻ പരാതിയായിട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 85 വയസ്സായി. എൻ്റെ മകനും ഞാനും ഉണ്ട് ഇവിടെ താമസം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്ന് റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, സോയിൽ കൺസർവേഷൻ എന്നീ വകുപ്പുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇപ്പോഴും അശാസ്ത്രീയമായി തുടരുകയാണ്. വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇതുണ്ടല്ലോ, നമുക്ക് ഏതാണ്ട് ഒരു 30-35 അടി പൊക്കമുണ്ട് ഈ പുറകിലത്തെ തിട്ടിന്. അതിൻ്റെ മുകളിലുള്ള ആ മരങ്ങളൊന്ന് വെട്ടിമാറ്റുന്നതിനുള്ള നടപടികൾ പോലും സ്വീകരിക്കാതെയാണ് ഇപ്പോൾ ഈ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് ഈ മരങ്ങൾ ആടി വലയും ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഇളകുകയും ചെയ്യും. ഇത് ഇത്രയും വണ്ടികൾ നിർത്താതെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ. ഈ മണ്ണിടിഞ്ഞ് ഒരു വണ്ടിയുടെ മുകളിലേക്കാണ് വീഴുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടുകൾ നഷ്ടപ്പെട്ടവർ ഇന്നും പെരുവഴിയിലാണ്. ഇനി എത്ര പേർ കൂടി പെരുവഴിയിലാകാനാണ് ദേശീയപാത അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ കാത്തിരിക്കുന്നത്? മഴ ശക്തമായാൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്നത് ഇവിടുത്തെ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൻ്റെ വ്യാപ്തി മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.